ഇപ്പൊ ഹോസ്റ്റലിൽ എല്ലാവർക്കും അവധി ആയതുകൊണ്ട് അവരവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പം ലീവ് മാത്രം അവനൊരു വീടില്ലാത്തോണ്ട് അവനും കുറച്ച് വിഷമിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ അതുകൊണ്ട് അവന് മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് സെൻജിങ് ആണ് ഇവന് ഫോൺ വിളിക്കുന്നുണ്ട്. അവന് സന്തോഷം വരും. അതേപോലെ തന്നെ അവളും ഇവൻ അവധിയില്ലെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഗേറ്റിന്റെ അവിടെ വരാൻ പറയും. കാരണം ഇവന് വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ അതോടെ അവനും മൊത്തത്തിൽ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഓടി ആ ഗേറ്റിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലും. അതിനുശേഷം അവളാണ് ഇവൻ വരുന്നിട്ട് ഇവൻ എഴുതിയ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടും പറഞ്ഞ് ചോദിക്കുമ്പോൾ അവന് ഏകദേശം ഒരു നല്ല മാർക്ക് കിട്ടും എന്ന് പറഞ്ഞ് അവളോട് ആ കാര്യം പറയുമ്പോൾ തന്നെ അവളെങ്കിൽ പിന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണ് ഇവളോട് അപ്പം തന്നെ അറിയിക്കാൻ പറയും. അങ്ങനെ അതും പറഞ്ഞിട്ട് അവള് ഇവനിപ്പോ എന്തോ കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് അവനെ തന്നെ നല്ല കട നോക്കി ചൂസ് ചെയ്യാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവ രണ്ടിനും കൂടെ അവിടെ ചെല്ലുമ്പം സെൻജിങ് ആ സ്ഥലം കണ്ടിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണോ ഇവൻ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അങ്ങനെയൊന്നല്ലെന്ന് പറഞ്ഞ് അവൻ ചെയ്ത് ടെൻഷനായിട്ട് സംസാരിക്കുമ്പം ഇവളും ചുമ്മാ ചോദിച്ച ഈ സ്ഥലം കൊള്ളാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഈ കടയിലൊന്നും ഇവൾ കയറിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇവ രണ്ടിനും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ കൂട്ടുകാരി ഫോൺ വിളിച്ചിട്ട് മറ്റേ ഇവളെ ചതിച്ച് വേറൊരു പെണ്ണുമായിട്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കാന്ന് പറയും. അങ്ങനെ ഈ കാര്യം അവളെ അറിയിക്കുമ്പം ലീവ് അടുത്തിരുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പോഴാണ് സെൻജിങ്ങും എങ്കിൽ പിന്നെ അവൾ ഇപ്പൊ തന്നെ ആ സ്ഥലത്തേക്ക് വരാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്നിട്ട് ഇവനോട് ഇവൻ ആദ്യം വീട്ടിലേക്ക് ചെല്ലാൻ പറയുമ്പം അവനതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനും കൂടരാന്ന് പറയും. പക്ഷെ ഇവളാണ് ഈ കാര്യത്തിൽ ഇവനൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് പാസ്വേഡ് ഇവൻ അയച്ചുതരാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കും. പക്ഷെ അവൻ ഈ ഒരു അവസ്ഥയിൽ ഇവൾ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ മനസ്സാണത്തില്ല. അതിനുശേഷം സെൻജിങ്ങും അവളുടെ കൂട്ടുകാരെ അയച്ചുന്ന ലൊക്കേഷനിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ റെസ്റ്റോറന്റിലാണ് ഇവൾ വിചാരിച്ച പോലെ തന്നെ മറ്റേ പ്രഗ്നന്റ് ആയിട്ടുന്ന അവളോട് അവൻ അവിടെ നിന്ന് റൊമാൻറ്റിക് ആയിട്ട് ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവർ തമ്മിൽ ചെയ്യുന്ന കിസ്സൊക്കെ കണ്ട് ഇവളിവിടെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്കൊന്ന് ലീവുമാണ് ഇവളത് കാണാതിരിക്കാൻ വേണ്ടി ആ ഫ്രണ്ട് കൈയെടുത്ത് വയ്ക്കും. അതിനുശേഷം അവളും ഇവനെ കണ്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ അവന് ഫ്രണ്ടിൽ കയറി അവര് കാണാതെ തടഞ്ഞു നിന്നിട്ട് അവൻ അതൊക്കെ എവിഡൻസ് ആയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കും. അതിനുശേഷം അവളും ഇതൊക്കെ മതിയെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് സെൻജിങ് ആണ് അവളുടെ കൂട്ടുകാരോട് വിഷമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ ഇവളെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം തന്നെ ഇവളുടെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ അവളുടെ കൂടെ റൊമാൻസ് ചെയ്യായിരുന്നു പറഞ്ഞ് മറ്റുള്ള പ്രഗ്നന്റ് ആയ കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ച് ഇവളിവിടെ അപ്സെറ്റ് ആയിരിക്കും. കാരണം ഇത്രയും വർഷം അവൻ സ്നേഹിച്ച് കൂടെ ജീവിച്ചെന്ന ഇവള് വിചാരിച്ച്, പക്ഷെ അവൻ സത്യത്തിൽ ഇവളെ ചുമ്മാ യൂസ് ചെയ്യായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാന്ന് ഇവൾ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് അവളുടെ കൂട്ടുകാരോട് വിഷമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇതെല്ലാം റൂമിൽ നിന്ന് അവനും കേട്ടോണ്ടിരിക്കുക. അങ്ങനെ അവൻ ആശ്വാസപ്പെടുത്താൻ തോന്നിയാലും അവൻ ശല്യപ്പെടുത്താതെ റൂമിൽ തന്നെ കാണും. അതിനുശേഷം അടുത്ത ദിവസം സെൻജിൻ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് കിച്ചണിൽ ഇവൾക്ക് കഴിക്കാൻ വേണ്ടി അവൻ അതിനുമ്പേ സൂപ്പ് റെഡിയാക്കി വെച്ചേക്കും. അപ്പോഴാണ് അവിടേക്ക് അവൻ വരുന്നിട്ട് ഇത് ഇവനാണോ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പം അവന് ഡ്രിങ്ക് ചെയ്ത ഇവന്റെ അങ്കിളിന് ആന്റി എപ്പോഴും ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവർക്ക് നല്ലതാന്ന് പറയും. അതിനുശേഷം അവളെടുത്തി ആ ഫുഡൊക്കെ സെർവ് ചെയ്ത് കൊടുക്കുമ്പം അവളാണ് ഇവന്റെ അങ്കിൾ എപ്പോഴും ഇങ്ങനെ കുടിച്ചിട്ടെന്ന് ഇവൻ ഉപദ്രവിക്കാറുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ പുറത്ത് കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് അവരൊക്കെ വീട്ടിൽ വന്ന ഇവരെന്ന് പൈസയൊക്കെ വാങ്ങിച്ചോണ്ടോ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് മൊത്തം ശല്യാന്ന് ഇവനും പറയുമ്പോ തന്നെ ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ അങ്ങേരല്ലേ ഇവൻ ഉപദ്രവിച്ച തിരിച്ചെന്തോയും ചെയ്യിക്കും. അപ്പോഴാണ് അവനും നമ്മളൊന്നും ചെയ്യാൻ ചുമ്മാ ഇരുന്ന നമ്മുടെ ബോഡിക്ക് മാത്രമേ നമ്മുടെ മനസ്സിന് വേദന എടുക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൻ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്ന പറയും. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞു കേട്ട് അടുത്ത സെക്കൻഡ് അവള് നേരെ ഇവളെ ചതിച്ച് മറ്റവനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവനും ഇവളെന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഷോക്കായിരിക്കുമ്പം അവളാണ് ഇത് അവളുടെ വീടാന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് എറിച്ച് നോക്കുമ്പം മറ്റവളായിട്ട് ഇവൻ ഇവിടെ ഇത്രയും വർഷം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവൾ അറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് അവൾ അതൊക്കെ എവിഡൻസ് ആയിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും പേടിച്ചിട്ട് ചുമ്മാ ഇവിടുന്ന് സീൻ ഉണ്ടാക്കാതെ പോയിത്താ സെൻജിന്ന് പറഞ്ഞ് അവന് പറയുന്നൊക്കെ ചോദിച്ചു നോക്കുമ്പം ഇവൾ അതൊന്നും കേൾക്കാതെ ഇവൻ എത്ര മാസമായിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അവള് മൊത്തം ഷോക്കായി ഇവൻ ഇത് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാലും ഇതൊക്കെ ഇവളുടെ ലോയർ വീഡിയോ കോൾ വഴി റെക്കോർഡ് ചെയ്ത് വെച്ചേക്കോന്ന് പറയും. അപ്പോഴാണ് അവനും മൊത്തത്തിൽ പേടിച്ചുപോയി സെൻജിങ് സത്യമായിട്ടും നമ്മൾ തമ്മിൽ ബന്ധത്തിരുന്നപ്പോ ഞാൻ ഈ തെറ്റും ചെയ്തില്ല എന്ന് അവൻ പറഞ്ഞു നോക്കുമ്പോഴാണ് അവളും എന്നും പറഞ്ഞ് നമ്മൾ തമ്മിൽ ഡിവോഴ്സ് പോലും ആയില്ല, അതിനുമ്പ് നീ വേറെ സ്ത്രീ ആയിട്ട് നിനക്കങ്ങനെ നമ്മുടെ കല്യാണത്തിന് വാങ്ങിച്ച വീട്ടിൽ ജീവിക്കാൻ തോന്നുന്നു, നിനക്ക് ഡിവോഴ്സ് അല്ലേ വേണ്ടേ? എങ്കിൽ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആര് കാരണോ ഡിവോഴ്സ് ആണെന്ന് നിന്റെ കൂടെ ഇത്ര വർഷം ജീവിച്ചത് എനിക്ക് ഇപ്പോഴാ മനസ്സിലാന്ന് നീ എത്ര ഫേക്ക് ആയിരുന്നെന്ന്. നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്താ നീ ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് വിചാരിച്ച, പക്ഷെ നീ സത്യം പറഞ്ഞ ഒരു എളുപ്പമില്ലാതെ വേറൊരു പെണ്ണിന്റെ കൂടെ അതിനുമ്പ് ജീവിക്കാൻ തുടങ്ങി. അതിനുമ്പ് നിങ്ങൾക്കൊരു കുഞ്ഞും ഉണ്ടാകുമോന്ന്. നിനക്ക് നീ ചെയ്യുന്ന ദ്രോഹമൊക്കെ ആലോചിച്ചിട്ട് രാത്രി ഉറക്കം വരുമോ? എന്നിട്ട് ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം ഞാനാന്ന് നീ എന്റെ ഫ്രണ്ടിൽ തന്നെ വമ്പൻ നാടകം കളിച്ചോണ്ടിരിക്കുന്നു, നിനക്കൊന്നും നാണില്ലേ എന്ന് അവള് ചോദിക്കുമ്പോ തന്നെ അവൻ ഇവളെല്ലാ സത്യം മനസ്സിലാക്കി പറഞ്ഞ് മൊത്തം നാണം കെട്ടുപോയി നിൽക്കും. അതിനുശേഷം അവളും പുതിയ ഡിവോഴ്സ് അഗ്രിമെന്റ് ഇവന്റെ ഇപ്പൊ കൊടുത്തിട്ട് ഇനി ഇവൻ ഈ വീടൊന്നും തരാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ട് ഇവൾക്കുള്ളതെല്ലാം അവൾ തന്നെ എടുത്തോണ്ട് പോകുമ്പോന്ന് പറഞ്ഞ് പൈസ എന്നിട്ട് വേണേ ഈ വീട് എടുത്തോളം പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവളും വിഷമത്തി വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവൾക്ക് വേണ്ടി ലീവ് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അത് കണ്ട് അവളാണ് ഇവനെന്തോ വീട്ടിൽ നിൽക്കാതെ പുറത്തേക്ക് വന്നേന്ന് ചോദിക്കുമ്പം അവനും തിരിച്ചൊന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവളും അവനും വിളിച്ചോണ്ട് വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവളും ഇവന് പാസ്വേഡ് അറിയാത്തോണ്ട് അവൾ ഇന്നത്തെ ദിവസം ഈ ഡോറിന് ഇപ്പൊ പാസ്വേഡ് ആയിട്ട് ഇട്ടേക്കുന്നെന്ന് പറഞ്ഞ് അവൻ ഓർമ്മച്ചോളം പറയും. അതുകൊണ്ട് ഇവള് ബിസി ആയിട്ട് വല്ല വർക്ക് ചെയ്യാണ്. ആ സമയത്തൊക്കെ ഇവൻ തന്നെ വീട്ടിലേക്ക് വരാന്ന് പറയുമ്പം അവന് ഓക്കെ ചേച്ചിന്ന് തിരിച്ച് അവളോട്
ഇവളോട് പറയും. എന്നിട്ട് ഇവിടെ ഫ്യൂച്ചറിലാണ് അവൻ എഴുന്നേറ്റ് നോക്കുമ്പം ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മ വരും. അവൻ കുടിച്ചിട്ട് അവളുടെ വീട്ടിൽ പോയായിരുന്നെന്ന്. അങ്ങനെ അതൊക്കെ ഓർത്ത് നോക്കി അവനും ഇവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ഇവൻ ഈ ഹോട്ടൽ ആരോ കൊണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവർ സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സെൻജിങ് പേര് ഒരു ലേഡി ഒന്ന് കൊണ്ടാക്കിയെന്ന് പറഞ്ഞ് അവരുടെ ID കാർഡ് ഇപ്പോഴും ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ടാവാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും താഴെ ചെന്ന് അവളുടെ ID കാർഡ് അവൻ കൊടുത്തോളം പറഞ്ഞ് വാങ്ങിച്ചു വയ്ക്കും. ഇതേ സമയം ഇവിടെ കമ്പനി വെച്ച് സെൻജിങ്ങിന് ഒരു ബിസിനസ്സുകാരിയായിട്ട് അവളുടെ ID കാർഡിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൾ ആ തപ്പുമ്പരാണ് ഇന്നലെ റൂം എടുക്കാൻ പോയപ്പോൾ അവിടെ തന്നെ കൊടുത്ത കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾ ഫോൺ വിളിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് ID കാർഡ് ചോദിക്കുമ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ഇവർ റൂം എടുത്ത് കൊടുത്ത ആ വ്യക്തി തന്നെ രാവിലെ വാങ്ങിച്ചോണ്ടോയെന്ന് പറയും. അങ്ങനെ ഇതോടെ അവളും ദേഷ്യത്തി ഇവളുടെ ID കാർഡ് എന്തിനാ മറ്റുള്ളവരോട് കൊടുത്തതെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോൾ തന്നെ ആ സ്റ്റാഫും ഇവരെല്ലാം റൂമിൽ കൊണ്ടാക്കിയെന്ന് പറഞ്ഞ് അതുകൊണ്ട് അറിയാവുന്ന ആളെന്ന് വിചാരിച്ച് ഇവ തന്നെ കൊടുത്തിയാന്ന് പറയും. അതോടെ ഇവളും എങ്കിൽ പിന്നെ അവന്റെ വാങ്ങിച്ച് തിരിച്ച് ഇവളൊരു അഡ്രസ്സിലേക്ക് അയച്ചുതരാൻ വേണ്ടി പറയും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓഫീസിൽ വെച്ച് ഹോട്ടലിൽ നിന്ന് ഇവന് ഫോൺ കോൾ വരും. ID കാർഡ് ആ ലേഡി തിരിച്ചു ചോദിച്ചെന്ന് പറഞ്ഞ് അപ്പോഴാണ് അവനും ഇവൻ തന്നെ കൊടുക്കാന്ന് പറഞ്ഞില്ലേന്ന് ആ കാര്യം അവളോട് പറയാത്തെന്ന് ചോദിക്കുമ്പോൾ ആ സ്റ്റാഫും അതൊക്കെ പറഞ്ഞാലും അവരങ്ങനെ ആവശ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് ID കാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവരെ ശല്യപ്പെടുന്ന സോറി എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പേഴ്സണലായിട്ട് അവളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞ് അവന് ഫോൺ കെട്ടിയത് അടുത്ത സെക്കൻഡ് സെൻജിന് മെസ്സേജ് അയച്ച് ഇവള് ഫ്രീ ആകുമ്പോൾ ID കാർഡ് വാങ്ങിക്കാൻ അവന്റെ അടുത്ത് വരാൻ പറയും. അപ്പോഴാണ് അവൾ ആ മെസ്സേജ് കണ്ടിട്ട് അവന് റിപ്ലൈ കൊടുക്കണമെന്നൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവസാനം അവൾ വേണ്ടെന്ന് വെക്കും. അതുകൊണ്ട് തന്നെ ഒരു റിപ്ലൈ വരാത്തോണ്ട് അവൻ ഇവിടെ നല്ല വിഷമത്തില്ല. എന്നിട്ട് ഇവിടെ വീട്ടിൽ വെച്ച് സെൻജിങ്ങും അവന്റെ ഓർമ്മയായിട്ടുള്ള ആ സാധനങ്ങളൊക്കെ ഇപ്പൊ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ഇവള് ചെലവാക്കിയ പൈസയുടെ ലിസ്റ്റ് ഫുള്ളും അവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ അവൻ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞ് ആ ലിസ്റ്റൊക്കെ കണ്ട് അവളും പഴയ ദിവസങ്ങളൊക്കെ ഓർത്ത് നോക്കി അതൊക്കെ കുറെ മിസ് ചെയ്തിട്ട് അവൾ ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകും. എന്നിട്ട് ഇവിടെ വീണ്ടും ഫ്ലാഷ് ബാക്കി സെൻജിങ് ആണ് കമ്പനിയിൽ നിന്ന് റിസൈൻ ആകാൻ പോവുക. അതുകൊണ്ട് ആ ബോസ് ഷോക്കായി അതെന്തോ പറ്റിയെന്ന് പറഞ്ഞ് അങ്ങനെ റീസൺ ഒക്കെ ചോദിക്കുമ്പോൾ ഇവള് ഡിവോഴ്സ് ആകുന്നുണ്ട് അവൻ്റെ കൂടെ ഒരേ കമ്പനി വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് രണ്ടുപേരും ഒരാൾ പോയേ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ആരും ആണെന്ന് പറഞ്ഞ് അവളും തിരിച്ചു ചോദിച്ച് അങ്ങേരെ അങ്ങ് സൈലന്റ് ആക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരിയും ഇവൾക്ക് ഡിവോഴ്സ് ആയതിന് സെലിബ്രേഷൻ പാട്ടിരിക്കും. പക്ഷെ സെൻജിങ്ങിനാണ് ചിരി വന്നിട്ട് അവൾക്ക് ഡിവോഴ്സും ആകാൻ പോകുന്നു, കൂടാതെ ജോലിയും പോയി ആ കാര്യമൊക്കെ പറയുമ്പോൾ കൂട്ടുകാരിയും എന്തായാലും അവന്റെ അടുത്ത് നീ രക്ഷപ്പെട്ടില്ലേ, അതിനു വേണ്ടി തന്നെ നമുക്ക് പാർട്ടി ചെയ്യാം. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ ഹോസ്റ്റലിൽ നിന്ന് ലീവ് ഇവൾക്ക് മെസ്സേജ് അയച്ച് അവന്റെ യൂണിഫോമൊക്കെ കിട്ടിയെന്ന് പറയും. അപ്പോഴാണ് അവളും അതിന് ചേരുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോ എടുത്ത് അവൾക്ക് ഇടാൻ വേണ്ടി പറയുമ്പോൾ അവനൊരു ഫോട്ടോ എടുത്ത് ഇവൾക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അത് കണ്ട് അവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളുടെ കൂട്ടുകാരിയാണ് ആരാടി നീ നോക്കിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ് അവൾ അടുത്ത് ചെന്ന് നോക്കിയിട്ട് നിന്റെ അനിയനെ കാണാൻ ഹാൻസം ആണല്ലേ എന്നിട്ട് അവൾ എടുത്ത് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് സെൻജിങ് ആണ് ഇവൾ എപ്പോഴും കുറെ പയ്യന്മാരൊക്കെ വായി നോക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനെ വെറുതെ ഇടാൻ പറയും. അതിനുശേഷം അന്ന് രാത്രിയാണ് ലീവ് അവളുടെ അമ്മയെ സമ്മാനപ്പെടുത്താൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലും. അപ്പോഴാണ് അച്ഛനും ഇവൾക്ക് വേണ്ടി അമ്മ പ്രത്യേകിച്ച് സൂപ്പ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അവൾ അമ്മയുടെ സൂപ്പ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പറഞ്ഞ് കുറച്ചും കൂടെ തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും ദേഷ്യത്തി അതെന്തോ ഞാൻ നിന്റെ ജോലിക്കാരിയാണോ, നിനക്കാണ് നീ തന്നെ ഒഴിച്ചെടുത്തോ, ഉള്ളല്ല നീ തന്നെ അങ്ങ് തീർക്കുവാണല്ലേ, മതി മതി കുടിച്ചതൊക്കെ എന്നിട്ട് ഇവളോട് ദേഷ്യം കാണിക്കുമ്പോൾ അവളിപ്പോൾ കുടിക്കണോ വേണ്ടയോന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവർ റൂമിലേക്ക് പോയ ഉടനെ ഇവൾ അമ്മയെ സമ്മാനപ്പെടുത്താൻ വേണ്ടി പുറകെ ചെന്നിട്ട് അമ്മ കാണാൻ എന്തോ സുന്ദരിയായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ ഓരോന്നൊക്കെ പറഞ്ഞു വെക്കും. പക്ഷെ അവളുടെ അമ്മയ്ക്ക് എല്ലാം പിടികിട്ടി ഇവള് ചുമ്മാ സംസാരിച്ച് വീഴ്ത്തി സമാനപ്പെടുത്താൻ നോക്കുവാണെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ അമ്മയും ഇവളോടൊരു സ്നേഹത്തി പണ്ടേ പറഞ്ഞ അവന്റെ പുറകെ പോവില്ലെന്ന്, പക്ഷെ നീയാ അവൻ നല്ല പയ്യനെ എനിക്ക് സ്നേഹിച്ച് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നിന്ന് സമ്മതം വാങ്ങിച്ചെന്ന് ആ കാര്യമൊക്കെ പറഞ്ഞ് ഇപ്പൊ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കേട്ട് സെൻജിങ്ങും ആണാണ് അമ്മ പറഞ്ഞ പോലെ ഞാൻ അന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കണമായിരുന്നു, എനിക്ക് തെറ്റുപറ്റുപോയി അമ്മേ എന്നിട്ട് ഇവളും പറയുമ്പോൾ തന്നെ അമ്മയും എങ്കിൽ പിന്നെ അവനെ ഡിവോഴ്സ് ചെയ്യുന്ന സ്ഥിതിക്ക് ഓരോ കാര്യത്തിലും പക്ക ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞ് അവനെ വെറുതെ വിടലെന്ന് പറയും. അതിനുശേഷം ഇവൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടി വരുമ്പം അച്ഛനെ അന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ തർക്കമെല്ലാം തീർന്നു ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ അച്ഛ ഞാൻ അമ്മയോട് സമ്മാനിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നയാ, പക്ഷെ അമ്മ എന്നെ കണ്ടോടനെ ഇത്ര അങ്ങ് ദേഷ്യപ്പെടുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് ഇവള് പറയുമ്പോൾ അച്ഛൻ ഇവളോട് സ്നേഹത്തില് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറഞ്ഞ് എന്തായാലും ഇവർ തമ്മിലുള്ള പ്രശ്നം തീർന്നത് സന്തോഷമായി പറയും. അപ്പോഴാണ് അവൾ കമ്പനിയിൽ നിന്ന് റിസൈനായ കാര്യം പറയുന്നത്. അങ്ങനെ ആ ബോസിനോട് ചോദിച്ചപ്പോൾ അങ്ങേർക്ക് ഇവളെ വേണ്ട മറ്റേനും മതി എന്ന് പറഞ്ഞ കാര്യമൊക്കെ അച്ഛനോട് പറയുമ്പം ഇത് കേട്ട അച്ഛനും അതൊന്നും വലിയ കാര്യമല്ല, ഇവൾ കുറെ മാസം കമ്പനി പോകാതിരുന്നോണ്ടായിരിക്കും ആ പ്രോജക്റ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇവളുടെ ബോസ് അവനെ തന്നെ കമ്പനി നിർത്താൻ തീരുമാനിച്ചെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇതല്ലെങ്കിൽ വേറെ ജോലി ഒപ്പിക്കാന്ന് പറയും. അതുകൊണ്ട് മോള് ചുമ്മാ ഒന്നും ആലോചിച്ച് വിഷമിക്കാതെ സമാധാനപ്പെടുന്ന പറഞ്ഞ് അച്ഛനെ ഇവളെ ആശ്വാസപ്പെടുത്തുമ്പോൾ തന്നെ അവൾക്കും കുറച്ച് ധൈര്യമായി അവൾ അച്ഛന് താങ്ക്സ് പറയും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ഹോസ്റ്റലിൽ വെച്ച് ലീവാണ്, ചേച്ചി എന്താ മെസ്സേജ് അയക്കാതെന്ന് പറഞ്ഞ് ഇവളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇന്നലെ കണ്ട ഫോട്ടോയ്ക്ക് റിപ്ലൈ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇത് കാണാൻ കിടിലെന്ന് പറഞ്ഞ് അവന് മെസ്സേജ് ഇടും. അങ്ങനെ അതോടെ അവന് സന്തോഷെത്തി അപ്പൊ തന്നെ ആ ഫോട്ടോ എടുത്ത് ഇവന്റെ പ്രൊഫൈൽ പിക്ചറാക്കി മാറ്റും. ഇതേ സമയം കമ്പനിയുള്ള എല്ലാവരും കൂടെ സെൻജിങ്
സെൻജിന് ഇവിടുന്ന് പോകുന്ന വിഷമിച്ച് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം തന്നെ മറ്റവൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് ഡിവോഴ്സുകാരായിട്ട് സൈൻ ഇടാൻ വേണ്ടി ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മീറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ആ സമയത്ത് തന്നെ ഇവിടെ ലീവും നാളെ തൊട്ട് അവന് വെക്കേഷനാന്ന് പറഞ്ഞ് ആ കാര്യം അവൾ അറിയിക്കാൻ വേണ്ടി പോകും. പക്ഷെ അവൻ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അവന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പരീക്ഷ ഉണ്ടായിരുന്നു പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടും. ഇതോടെ അടുത്ത സെക്കൻഡ് തന്നെ അവൾ ഇവനെ ഫോൺ വിളിക്കും. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നല്ലേ വെള്ളി, നീ ഈ ആഴ്ച കുറിച്ചാണ് നീ പറയുന്നത്, എന്നിട്ട് എന്നോട് എന്തിനാ ഈ കാര്യം നീ മുമ്പേ അറിയിക്കാത്ത എന്നിന് അവൾ ചോദിക്കുമ്പോൾ തന്നെ ഇവനും അങ്ങനെ അറിയിക്കാനിരിക്കാനൊന്നും വിചാരിച്ചില്ല. ഇന്ന് മാത്സും ഫിസിക്സ് പരീക്ഷ എന്ന് അവളോട് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നാളെ തൊട്ട് വെക്കേഷനിലെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ഇവനൊന്ന് പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഉടനെ അവന് മൊത്തത്തിൽ അങ്ങ് സന്തോഷമാകും. അതുകൊണ്ട് പരീക്ഷയെ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരുമ്പം ഇവള് ടി വി കാണുന്നോ ഗെയിം കളിക്കുന്നോ ചോദിക്കും. അപ്പോഴാണ് അവനും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പഠിക്കാൻ പോവുക എന്നിട്ട് അവൻ പറയുമ്പം ഇവള് എല്ലാ സമയത്തും ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചെങ്കിലും ഫ്രീ ആകുന്ന പറഞ്ഞ് ഇവൻ ഏത് സിനിമയെ വേണ്ടേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഏതായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗ് ചെന്ന് റൂമിൽ വെച്ചിട്ട് അവൻ നേരെ അവിടേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ വല്ലതും വെറൈറ്റി ഷോ എല്ലാം വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ആദ്യമായിട്ട് ഇത് കാണുന്നുണ്ട് അവൻ ഏതാ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവളും അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടി വി ഷോ വെച്ചു കൊടുത്തിട്ട് അവൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം ഇവൻ അത് ഇൻട്രസ്റ്റിങ്ങോടെ കാണുന്നുണ്ട് ഇവൾ അടുത്തേക്ക് വന്ന് അവനെ വിളിക്കുമ്പോൾ അവൻ അതിൽ തന്നെ മൊത്തത്തിൽ ഫോക്കസ് ആയി പോയി. അപ്പോഴാണ് ഇവൾക്ക് ചിരി വന്നിട്ട് ലീവു ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ എന്നിട്ട് അവന് കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ തന്നെ അവൻ അറിയാതെ ഇവളുടെ കൈ അങ്ങ് ടച്ച് ചെയ്യും. അങ്ങനെ അതിൽ അവന് ചെറിയ ഷൈ ഒക്കെ ഉണ്ട്. പക്ഷെ അവളൊന്നും വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല, കാരണം ഇവന് ചെറിയ ഇഷ്ടങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്നിട്ട് അടുത്ത ദിവസം ഇവർ ഒരുമിച്ച് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൾ ഇവന്റെ വെയിറ്റ് ഒക്കെ കുറച്ചെങ്കിലും കൂടിയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഒരു 350 ഗ്രാം കൂടിയെന്ന് ഇവളോട് തിരിച്ചു പറയുമ്പോൾ തന്നെ അവള് 350 ഗ്രാം കൂടിയതൊക്കെ ഒരു വെയിറ്റ് ആണെന്ന് പറഞ്ഞ് ഇവൻ സത്യത്തിൽ കഴിക്കുന്നുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്, അവന്റെ അക്കൗണ്ടിൽ നിന്ന് 400 രൂപ പൈസയൊക്കെ എടുത്ത് ആ ഫുഡ് വാങ്ങിച്ച് കഴിച്ചാലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവള് ഷോക്കായിട്ട് എന്തുവാ 400 രൂപയോ, നീ പോയിട്ട് 3 ആഴ്ച എന്നിട്ട് വെറും 400 രൂപ ചെലവാക്കിയുള്ളൂ, എങ്കിൽ പിന്നെ നീ എന്തോ കഴിക്കുന്നത്, വെറും ചോറോ എന്നിന് അവനോട് ചോദിക്കുമ്പോൾ അവന് ചെറിയ ടെൻഷനി സാധാരണ കഴിക്കുന്ന പോലെ അവിടെ ചെന്ന് വാങ്ങിച്ചെന്ന് അറിയും. അപ്പോഴാണ് അവൾ ഇവനോർത്ത് വിഷമിച്ചിട്ട് എടാ നീ എനിക്ക് വേണ്ടി പൈസ ഒന്നും ചെലവാക്കണ്ട, കൂടാതെ ഈ പൈസ എനിക്ക് തിരിച്ചു തരേണ്ട ആവശ്യമില്ല, ഒരു ചേച്ചിയായിട്ട് ഞാൻ നിന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ ഏതോ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ ഒന്ന് ഫീൽ ചെയ്യല്, എന്റെ ഫ്രണ്ടേക്ക് നീ കുറെ കഴിക്കുന്നുണ്ടല്ലേ, എന്നിട്ട് ഞാൻ അറിയാതെ സ്കൂളിൽ ഇങ്ങനെ പട്ടിണിയായിട്ട് കിടക്കുന്നു എന്നിന് അവളും പറയുമ്പം അവനല്ലെന്ന് പറഞ്ഞിട്ട് ചേച്ചി അധികം ഒന്നും ഫുഡൊന്നും കഴിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇവള് ചെറുതായിട്ട് ചമ്മി പോയി, അപ്പോ ഞാൻ കഴിച്ചാല് എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ അവകാശമുള്ള അതാണ് നീ ഉദ്ദേശിച്ചത് എന്നിന് അവൾ ചോദിക്കുമ്പം അവൻ അങ്ങനല്ല ഉദ്ദേശിച്ചെന്ന് പറയും. അപ്പോഴാണ് അവൾ അടുത്ത സെക്കൻഡ് തന്നെ ആ ഫുഡ് മൊത്തം കഴിച്ചു തീർക്കുമ്പം ഇത് കണ്ട് അവന് സന്തോഷം നോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവളും ഇനി ഇവനോട് സംസാരിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഇനി സ്കൂളിൽ 3 ആഴ്ച ചെലവാക്കുന്ന പൈസ ഒരാഴ്ചക്കുള്ളിൽ ചെലവാക്കണം എന്ന് പറയും. അപ്പോഴാണ് അവനും അത്ര പൈസയോടൊന്നും ആവശ്യമില്ലെന്ന് പറയുമ്പം ഇവൾ അതൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവർ നല്ലോണം കഴിക്കാൻ പറഞ്ഞ് ഫുഡൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ അതിനുശേഷം കഴിച്ചു കഴിഞ്ഞ് അവന് റൂമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇവൾ മറ്റേ ഡിവോഴ്സ് അഗ്രിമെന്റ് സൈൻ ഇടാൻ പോകണം. അതുകൊണ്ട് അവനോട് പുറത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ഡിവോഴ്സ് അഗ്രിമെന്റിന് സമ്മതം കൊടുത്ത് പരസ്പരം സൈൻ ഇടുമ്പം അവന് തിങ്കളാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാവെന്ന് പറഞ്ഞ് ഇവൾ ഇന്ന് കാണാൻ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയും. അപ്പോഴാണ് അവളും ഇന്നല്ല എല്ലാ ദിവസം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ട് തിരിച്ചവന് മറുപടി പറയുമ്പോൾ തന്നെ അവന് ആ വീടിനുള്ള പൈസ ഇവൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാന്ന് പറയും. ഇത് കേട്ട് അവളും കുറച്ച് ഷോക്കായി, അതെന്തോ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാനുള്ള ഉദ്ദേശം, അത്രയ്ക്കും എന്തെങ്കിലും ധൃതി ഉണ്ടോ എന്നിന് ഇവൾ ആക്കി രീതി ചോദിക്കുമ്പം അവന് ധൃതി ഒന്നല്ല, ഇവളുടെ പൈസ എന്തിനാ അവന്റെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവളായിട്ടുള്ള ബന്ധം നിർത്താൻ വേണ്ടി നോക്കുമെന്ന് പറയും. അതുകൊണ്ട് അടുത്ത് ഇനി ഇവളുടെ പ്ലാനൊക്കെ എന്തോന്ന് ചോദിക്കുമ്പം ഇവളാണ് ഇനി പ്ലാൻ ഇവൻ ഓപ്പോസിറ്റ് കമ്പനി ചെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഫ്യൂച്ചർ നമ്മൾ തമ്മിലെ കണ്ടുമുട്ടുമെന്ന് അവളും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഇവൻ വേണ്ടി ഇവളുടെ പുറകെ വന്നിട്ട് ഇവൾ വാങ്ങിച്ചെന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവന്റെ കാറിൽ പോണ്ടെന്ന് പറയും. അതുകൊണ്ട് അതൊക്കെ തിരിച്ചെടുത്തോണ്ട് പോകാൻ പറയുമ്പം അവൾ എന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് വേണ്ടെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലും കളന്ന് അവൾ പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പുറത്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടി പോകുമ്പം ഇതേ സമയം ലീവും പഠിച്ചു കഴിഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പം അതിനകത്തൊരു മെസ്സേജ് വന്നേക്കും, ഇന്ന് സെൻജിന്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞ്. അങ്ങനെ അവൾ മുമ്പ് പോയിരുന്ന ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് അവൾക്ക് ഈ മെസ്സേജ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി അവനും അപ്പൊ തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ആന്റി ഇവന് ചെലവിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് പുറത്താരാണ്ട് തെറ്റായിട്ടുള്ള പാസ്വേഡ് അടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അതോടെ അവനും ആരാൻ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വന്നേക്കുന്ന അവളുടെ എക്സ് ബോയ് ഫ്രണ്ട്. അപ്പോഴാണ് അവനും പെട്ടെന്ന് അവിടെ ലീവിനെ കണ്ടിട്ട് ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന് ചേച്ചി ഇവനെ പഠിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നേന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് മറ്റവനും എങ്കിൽ പിന്നെ നീ ഇവിടാണ് താമസിക്കുന്നത് എന്നിന് അവനോട് ചോദിക്കുമ്പോൾ അവൻ ഇവിടല്ല ഹോസ്റ്റലിലാണ് താമസിക്കുന്നതെന്ന് അറിയും. അങ്ങനെ അതും പറഞ്ഞ് എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ സംസാരം കേട്ട് മറ്റവനും ഇവന്റെ പഠിത്തത്തിന് ചെലവേയത്തുണ്ടാണോ ഇവൻ ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്നതെന്ന് ചോദിക്കും. കൂടാതെ സെൻഡ് ചെയ്തതിന് മുമ്പ് തന്ന സാധനം തിരിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞ് അവന്റെ അത് കൊടുത്തിട്ട് ഇവൻ കുറെ വളർന്നെന്ന് പറയുമ്പോൾ അവന് വളർന്നെന്ന് പറഞ്ഞിട്ട് അതിനിപ്പോ എന്തോന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എടാ നീ വന്നപ്പോ തൊട്ട് എന്നോട് എന്തോ പകയുള്ള വല്ല സംസാരിക്കുകയാണല്ലേ, അവൾ എന്നെ കുറിച്ച് നിന്നോട് വല്ല മോശമായിട്ട് പറഞ്ഞായിരുന്നു എന്നിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവനും ചേച്ചിയൊന്നും മോശമായിട്ട് പറഞ്ഞില്ല, ഇവന് തന്നെ എല്ലാ സത്യം അറിയാന്ന് പറഞ്ഞിട്ട് അവരെ ചതിച്ചവരോട് സംസാരിക്കാൻ ഇവനും താല്പര്യമില്ലെന്ന് അവന് തിരിച്ച് മറുപടിയെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അയാളും ചെറുതായിട്ട് പേടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വ്യക്തിയാന്ന് അവൾക്കൊല്ല അറിയാവോ,
ഞാൻ പറഞ്ഞു കൊടുക്കുന്ന നിനക്ക് പേടിയൊന്നുമില്ല എന്നിന് ഇയാൾ ചോദിക്കുമ്പോൾ തന്നെ അവനും ആ പേടി ഉണ്ടെങ്കിലും ഇവൻ എങ്ങനത്തെ വ്യക്തിയാന്ന് ഇപ്പൊ ഇയാൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവന് ദേഷ്യത്തി അവിടെ നിന്ന് പറഞ്ഞയക്കും. അതിനുശേഷം രാത്രി സെൻജിങ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ലൈറ്റൊക്കെ ഓഫായി കിടക്കും. അപ്പോഴാണ് അവൻ ഇരുട്ടത്ത് നിന്ന് പഠിക്കുന്നുണ്ട് ഇവന് വേണ്ടി ഡിന്നർ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കോന്ന് പറയുമ്പം അവന് ഫുഡൊക്കെ എപ്പോഴും റെഡിയാക്കിയെന്ന് ഇവളുടെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ലൈറ്റൊക്കെ എന്തിനു ഓഫ് ചെയ്തിട്ടേക്കെന്ന് ചോദിക്കുമ്പം അവന് ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറയും. അങ്ങനെ ഇതോടെ അവളും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ മറ്റേ സാധനങ്ങളെ കണ്ട് മറ്റവൻ ഇവിടേക്ക് വന്നായിരുന്നു ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് പേടിച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ട് നിൽക്കുമ്പം അവൾ ഇനി മേലാവൻ വരുവാണ് അകത്തേക്കൊന്നും കയറ്റില്ലെന്ന് പറഞ്ഞ് അവന് മൈൻഡ് ചെയ്തിരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് അവൾ അപ്പത്തിന് ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പുറത്തുനിന്ന് കളഞ്ഞിട്ട് വീണ്ടും ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ എന്ത് ഫുഡാ റെഡിയാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പെടുന്ന ഫ്രിഡ്ജിൽ നിന്ന് ഇവൾക്ക് വേണ്ടി ഒരു കേക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ട് അവന് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ ഇത് കേട്ട് അവൾ ഷോക്കായി. ഹാപ്പി ബർത്ത്ഡേയോ? ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? എന്നിന് അവൾ ചോദിക്കുമ്പോഴത്തേന് അവനും അവന്റെ അല്ല ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലെന്ന് പറഞ്ഞ് അവനെ മെസ്സേജ് എടുത്ത് കാണിക്കും. അപ്പോഴാണ് ഇത് കണ്ട അവളും ഷടാ ഇത് ഞാൻ ആ കടയിൽ ചുമ്മാ എഴുതി കൊടുത്തയാ, എന്റെ ബർത്ത്ഡേ ഓഗസ്റ്റിലായിരുന്നു, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞ്. എന്നിന് അവൾ പറയുമ്പോഴാണ് അവന് കാര്യം പിടികിട്ടുന്നത്. എന്നിട്ട് അവളും ഈ കേക്കിനുള്ള പൈസയൊക്കെ എവിടെ നിന്നിട്ടും ചോദിക്കുമ്പോൾ അവന് കുറച്ച് പൈസ കൈ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇവളുടെ കഴിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അവളും ഇനി ഇങ്ങനെയൊന്ന് ചെലവാക്കണം എന്ന് പറഞ്ഞിട്ട് അവന് പകുതി ആ കേക്ക് വെട്ടിക്കൊടുത്ത് ഇവൾക്ക് മാംഗോ ഇഷ്ടമെന്ന് അവനെങ്ങനെ മനസ്സിലായും ചോദിക്കും. അപ്പോഴാണ് അവനും മറ്റേ ലിസ്റ്റിനകത്ത് ചേച്ചി ഇഷ്ടമുള്ളൊക്കെ എഴുതില്ലെന്ന് പറഞ്ഞ് അവനത് വായിച്ചു നോക്കി മനസ്സിലാക്കിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ സന്തോഷത്തിൽ ഒരുമിച്ച് ആ കേക്ക് അയച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വരും. അതേസമയം ഇവിടെ വീട്ടിലാണ് സെൻജിങ് കുറച്ച് സന്തോഷത്തില്ല. കാരണം ഇവൾക്കിപ്പോൾ ഒഫീഷ്യലായിട്ട് ഡിവോഴ്സ് ആയി, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുവാണ്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമോ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം.